സഭകൾ അങ്ങോട്ട് എന്നെ അംഗീകരിക്കാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ കാരണം അവരുടെ കുറ്റമല്ല. കാരണം ഒരു ശുശ്രൂഷയ്ക്ക് എപ്പോഴും ഒരു ശുശ്രൂഷകൻ ഭീഷണിയാണ്. ഇനി അല്പം കഴിവുണ്ടെങ്കിൽ. അങ്ങനെ മിക്കവാറും എല്ലാ സംഘടനകളിലും അതായത് AGയിൽ ആരംഭിച്ചു, പിന്നെ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, IPC, അത്രയും ട്രാക്ക് റെക്കോർഡുള്ള വേറൊരു പാസ്റ്റർ കാണത്തില്ലായിരിക്കും. ഒരു സഭയിൽ ഇത്രയും ദീർഘനാളുകൾ ഇരുന്ന പാസ്റ്റർമാർ കുറവാണ്. ഒരു വർഷത്തേക്ക് 6 മാസത്തേക്കല്ല, ഒരിടത്ത് 5 വർഷം, വേറൊരിടത്ത് 6 വർഷം, ഇപ്പോൾ ഇവിടെ 12 വർഷം കഴിഞ്ഞു. IPCയുടെയോ അല്ലെങ്കിൽ മറ്റു സഭകളുടെയോ രാഷ്ട്രീയത്തോടോ അകലം വിട്ട് എപ്പോഴും ഞാൻ നടക്കാറുണ്ട്. കാരണം അതുകൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ടായിരിക്കാം. പക്ഷേ എപ്പോഴും അകലം വിട്ടാണ്. ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ. വിട്ടുവീഴ്ചയില്ലാത്തടത്ത് പ്രശ്നം പരിഹരിക്കുന്നത് നിയമങ്ങളും ന്യായങ്ങളും നിരത്തി വെച്ച ഒരു പ്രശ്നം ഇന്നുവരെയും പരിഹരിച്ചിട്ടില്ല. അത് നീതിന്യായ കോടതിയുടെ മുമ്പിലാണ്. ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ എപ്പോഴും വിട്ടുവീഴ്ച എന്നുള്ള ഒരു ഇതാണ് എല്ലാ കാര്യത്തിലും. അത് കുടുംബത്തിലാണേലും സഭയിലാണേലും ഞാനാണ് ചെറിയവൻ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുവീഴ്ചയല്ല. ശരിയായിരിക്കാം, എന്നാൽ പല ശരികളും പലർക്കും ആപേക്ഷികമാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ പാസ്റ്റർ ഷിബു തോമസ് ഉണ്ട്. മലയാളി പെന്തക്കോസ്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട പ്രസംഗകരിൽ ഒരാളാണ് പാസ്റ്റർ ഷിബു തോമസ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി പ്രസംഗവേദികളിൽ നിറസാന്നിധ്യമായ പാസ്റ്റർ ഷിബു തോമസിനെ ഹല്ലേലൂയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിബു തോമസ് പാസ്റ്റർ ഒരു വർഷം എത്ര പ്രസംഗം നടത്തും? സഭയിലും പുറത്തുമൊക്കെ ആയിട്ട് ഒരു 200 തൊട്ട് 300 വരെ പ്രസംഗങ്ങൾ ചെയ്യാറുണ്ട്. 300 പ്രസംഗം ഒരു വർഷം. അതായത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു പ്രസംഗം വെച്ചെങ്കിലും നടത്തുന്നുണ്ട്, കുറഞ്ഞ പക്ഷം ഏകദേശം. ഈ ഒരു കൺവെൻഷൻ പ്രസംഗകനാകുക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു? ചെറുപ്പത്തിൽ അങ്ങനെ കൺവെൻഷൻ പ്രസംഗനാകുക എന്നൊരു സ്വപ്നം എനിക്കില്ലായിരുന്നു. എന്നാൽ സുവിശേഷ വേലയിൽ ഇറങ്ങി 1992 മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ജീവിതം ആരംഭിച്ച് ശുശ്രൂഷകളിൽ നിൽക്കുമ്പോൾ ദൈവം തന്നൊരു താലന്താണ് പ്രസംഗിക്കുക എന്നുള്ളത്. അതിനൊരു വേദി ലഭിച്ചാൽ എനിക്കും പ്രസംഗിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പരസ്യങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ കൂടുവരകളിലൊക്കെ പ്രസംഗങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പരസ്യമായി അന്നത്തെ കാലത്ത് പാസ്റ്റർ KC ജോണിനെ പോലെയും പാസ്റ്റർ PD ജോൺസനെ പോലെ ഒക്കെ എനിക്കും പ്രസംഗിക്കാൻ ഒരവസരം ദൈവം തരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ പുറകെ എങ്ങും പോവുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ സമയമായപ്പോൾ ദൈവം അതിനുള്ള വഴികളും വാതിലുകളൊക്കെ തുറന്നു. സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും ഒരു ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, നല്ല ഒരു വേദി, നമ്മളൊരു അക്സെപ്റ്റഡ് പ്രസംഗകനാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഈ നമ്മൾ ധാരാളം പ്രസംഗകരെ കണ്ടാണ് ചെറുപ്പം മുതൽ വളർന്നേക്കുന്നത്. അതിൽ ഏറ്റവും ആവേശം തന്നിട്ടുള്ള പ്രസംഗകനാണ് പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ PD ജോൺസൺ. ആരംഭത്തിലോട് ഈ 2 പേരാണ് പ്രസംഗ വേദിയിൽ. VA തോമസിൻ്റെ പ്രസംഗ സമയം എനിക്കത്ര ഓർമ്മകളില്ല, ഉണ്ട്. എന്നാൽ പാസ്റ്റർ കോശി വൈദ്യൻ ഞങ്ങളുടെ കൂടെ വന്ന്, എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നുകൊണ്ട് പാസ്റ്റേജിൽ വന്ന് പലപ്പോഴും താമസിക്കുകയും ആവേശോജ്വലമായ പ്രസംഗങ്ങൾ പാസ്റ്റർ കോശി വൈദ്യൻ ചെയ്യുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറ്റ് അസംബ്ലി സഭകളിലെ ദേവദാസന്മാർ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നത് കൊണ്ട് ദേവദാസന്മാർ, എന്നാൽ സ്വാധീനിച്ച പ്രസംഗകർ പാസ്റ്റർ KC ജോണും പാസ്റ്റർ PD ജോൺസണുമാണ്. ഈ ഇവരിൽ ആരെങ്കിലും മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പ്രസംഗത്തിൽ? അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ പ്രസംഗം തന്നെ KC ജോണിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് സൈക്കിളൊക്കെ ചവിട്ടി ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. PD ജോൺസൺ പിന്നെ നമ്മുടെ സഭകളിലൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ഒരു കൃപാവര ശുശ്രൂഷയും കൂടെ ആയിരുന്നു PD ജോൺസൻ്റെ പ്രസംഗം. വെറും ഒരു പ്രസംഗം, ഒരു ലീഡറെന്ന അപ്പുറത്ത് കൃപാവര പ്രാപ്തനായിരുന്നു. പേര് ചൊല്ലിയൊക്കെ ഇപ്പോഴത്തെ ഒന്നുമല്ല രീതിയിൽ കൃത്യമായി ആൾക്കാരുടെ പേര് ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ ശുശ്രൂഷയിൽ അവരുടെയൊക്കെ. എന്നാൽ പ്രസംഗ ശൈലി സ്വന്തമായിട്ട് ഞാൻ ചിട്ടപ്പെടുത്തിയെടുത്തു. ഷിബു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃപാവര ശുശ്രൂഷയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. 1992 മുതൽ 97 കാലഘട്ടങ്ങളിൽ കൃപാവര ശുശ്രൂഷ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രവാചകനായിട്ട് പല സ്ഥലങ്ങളിൽ പോവുകയും ക്ഷണിക്കപ്പെടുകയും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലും ഒക്കെ ധാരാളം അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്.
പിന്നീട് ഒരു ബ്രാക്കറ്റ് പീരീഡ് ആയിരുന്നു അല്ലേ? 2000 തൊട്ട് ഞാൻ വചന ശുശ്രൂഷയ്ക്ക് ഒത്തിരി മുൻതൂക്കം കൊടുത്തപ്പോൾ പ്രവചന ശുശ്രൂഷയെ സൈഡ് ലൈൻ ചെയ്തു എന്ന് പറയാം. വേണ്ടാന്ന് വെച്ചിട്ടില്ല, അല്പം ഒന്ന്. ഇപ്പോൾ പ്രവചിക്കാറുണ്ടോ? ആവശ്യം വന്നാൽ അല്ല, ഈ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ ഈ പ്രവചന ശുശ്രൂഷയും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു? അത് രണ്ടും കൂടെ പോകുമെന്ന്, കാരണം നമ്മുടെ ജനത്തിൻ്റെ ഇടയിൽ പ്രവചനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നത്. പ്രവാചകനെ എന്നുള്ള നമ്മുടെ ജനത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിനുള്ള പ്രതീക്ഷ, കാര്യങ്ങൾ അറിയുക എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വന്നു. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. ദൈവവചനവും ആത്മാവിൽ വിവേചിക്കുന്ന ഒരു പ്രവചന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറി ഇപ്പോൾ നാം കാണുന്ന, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ഒരു അപജയത്തിലൊന്നായിരിക്കാം അത്. ഈ നടക്കുവാൻ പോകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് പ്രവാചകന്മാർ പറയുന്നത്. അത് വാസ്തവമാണ്, അതിനെ തെറ്റായതെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അപ്പോൾ ജനത്തിൻ്റെ പ്രവചനത്തോടുള്ള ആഗ്രഹം ഭാവി അറിയുക എന്നൊരു നിലവാരത്തിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമല്ല, അത് ഭൗതിക വിഷയങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യണം, അതിനൊരു പ്രവചനം പറയണമെന്ന് ആരെങ്കിലും ആവശ്യമില്ല, ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രാർത്ഥനാ വിഷയം പോലും അങ്ങനെയില്ലല്ലോ. വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കമായിട്ട് 10-25 വർഷമായിട്ട് ഈ രാജ്യത്തും അമേരിക്കയിലും ഇന്ത്യയിലും ഏകദേശം 34 വർഷത്തോളമായി ശുശ്രൂഷ മേഖലയിലായിട്ട് വളരെ വിരലിലെണ്ണാവുന്ന സാഹചര്യങ്ങളിലെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ആത്മീയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതെല്ലാവരുടെയും ഒരു കൺസേണാണ്. എൻ്റെ ആത്മീയം ശരിയാകണമെന്ന് ആർക്കും താല്പര്യമില്ല. 90% ആൾക്കാരും എൻ്റെ ആത്മീയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും എൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരെ ഞാൻ കുറവാണ് കാണുന്നത്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് സഹകരിച്ചാൽ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളുടെയോ എന്നെ പ്രായമുള്ളവരുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ആ ഒരു വശം ഭയങ്കര ഐറണിയാണ്. അല്ല, സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൺസേൺ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് അത്ര കൺസേൺ അല്ലാത്ത ഒരു രീതിയിൽ ഒരു കാലഘട്ടം. കാരണം പിന്നെ സാമ്പത്തിക ഉന്നതി ആയിരിക്കാം അതിൻ്റെ ഒന്നാമത്തെ കാരണം. പണ്ട് ഞാൻ പറഞ്ഞ കണക്ക് പ്രവാചക ശുശ്രൂഷയുള്ളവരും സഭയിലെ കൂട്ടായ ഉപവാസങ്ങളൊക്കെ ആത്മതപനത്തിന് വേണ്ടിയും സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് കൃപാവരം പ്രാപിക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ കൂട്ടായ്മകളും ഈവൻ സഭായോഗങ്ങൾ പോലും അതിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അതെ, ഈ സങ്കീർത്തനത്തിലെ പ്രബോധനങ്ങൾ പോലും ആത്മീയത്തെ പണിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ മാറിയ ഒരു കാലഘട്ടം. പിന്നെ ടൈം ഫ്രെയിംഡായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം ആയതുകൊണ്ട് ഒരു പ്രസംഗകനെ ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ ആത്മീയ ലോകം പോകുന്നത്. പാട്ടുകാരെയും പ്രസംഗരെയും ആശ്രയിച്ചാണ് ഇന്നത്തെ ഒരു ആത്മീയ ലോകം പോകുന്നത്. ആ പാട്ടിൽ തന്നെ പ്രത്യാശയുടെ കാരണം ഉണ്ടായിരിക്കാം, ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ഒരു 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടിലുള്ള ആത്മീയ ശുശ്രൂഷകളാണ്. നിലനിൽക്കുന്നതോ നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള പല വിഷയങ്ങളിൽ നിന്നും നാം ഒത്തിരി പിന്നോക്കം പോയിട്ടുണ്ട്. ഈ വിമർശനാത്മകമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ് പാസ്റ്റർ ഷിബു തോമസ്. അപ്പം പല കാര്യങ്ങളെയും ഞാൻ ചോദിക്കുക, ഈ ആത്മീയ ശുശ്രൂഷ അതിനെക്കുറിച്ച് പാട്ടും പ്രസംഗവും എല്ലാം ഈ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അതോടനുബന്ധിച്ച് ചോദിക്കുക, ഈ നമ്മുടെ ഇടയിൽ ഇപ്പോഴല്ല കുറച്ച് കാലങ്ങളായിട്ടുള്ളത് ഈ വർഷിപ്പ് ടീമുകളുടെ ഒരു വലിയ സ്വാധീനമുണ്ട്. നന്നായിട്ടത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഈ വർഷിപ്പ് ടീമുകളെല്ലാം വളരെ കൃത്രിമമായ ഒരു സ്പിരിച്വാലിറ്റി സൃഷ്ടിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അഡ്വഞ്ചർ ഇഷ്ടമാണോ? എന്നാൽ നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആയാലോ? ഓസ്ട്രേലിയയിലെ വൈബ്രന്റ് സിറ്റീസ്, വേൾഡ് ഫേമസ് സിഡ്നി ഒപ്പേറ ഹൗസ്, ഗോൾഡ് കോസ്റ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നിവയുടെ മനോഹാരിതയും, ന്യൂസിലാൻഡിലെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്, മിൽഫോർഡ് സൗണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ലേക്സ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ് എന്നിവയും ഒരേ ഒരു യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഓരോ ഡെസ്റ്റിനേഷനും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. ഷൈലോ ട്രാവലിനൊപ്പം ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, ഗൈഡഡ് സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സീംലെസ് ട്രാവൽ എക്സ്പീരിയൻസ്. ഇന്ന് തന്നെ www.shiloholidays.com വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ടൂർ ബുക്ക് ചെയ്യൂ. അതിനും 2 വശങ്ങളുണ്ട്. ആരംഭത്തിൽ പറഞ്ഞ വിമർശനാത്മകമായ പ്രസംഗം എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തികളെ വിമർശിക്കാറില്ല. വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ആനുകാലിക വിഷയങ്ങളിൽ ഞാൻ കണ്ടും കേട്ടും വളർന്ന
ആത്മീയത്തിനും ദൈവവചനത്തിനും നിരക്കാത്തതുമായ കാര്യങ്ങളെ വചനത്തിൽ കൂടി വിമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെപ്പോലും പേരെടുത്തോ ഒരു സമൂഹത്തെയോ ഒരു സംഘടനയോ പേരെടുത്തോ ഇന്നുവരെ വിമർശിക്കാറില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ അന്നും ഇന്നും വളരെ മുന്നിലാണ്. വർഷിപ്പ് ടീം എന്നുള്ള കോൺസെപ്റ്റിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ആ ഒരു വ്യക്തിയിൽ, ഒരു വർഷിപ്പ് ലീഡർ എന്നൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ ആരാധന എന്നുള്ള ആ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ചോദിച്ചത് പ്രധാനമായിട്ടും ഈ നമ്മൾ പാട്ടുപാടി അവർ സ്റ്റേജിൽ കൃത്യമായ ട്യൂണിൽ അന്യഭാഷ പറയുന്ന ഒരു തരത്തിലേക്ക് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു, കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. ചിലരുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പിന്നെ ഇന്ത്യയിലും അമേരിക്കയിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള പാട്ടുകാരുടെ സംഘത്തോടു കൂടെ ചേർന്ന് ശുശ്രൂഷിക്കാറുണ്ട്. നല്ല പാട്ടുകൾ പാടുകയും ദൈവജനത്തെ ആരാധനയിലേക്ക് നയിക്കുക എന്നുള്ള ആ പാട്ടിൻ്റെ സമയത്ത് മാത്രമല്ല, അതും കൂടെ നമുക്ക് തെറ്റായി നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹം തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ നമ്മൾ പാട്ടുപാടി ആരാധിക്കുക എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് താണുപോയി. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു സഭായോഗത്തിന് ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകുന്നുവെന്നാണ് പണ്ട് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാധനയായിരുന്നു മുഖ്യ വിഷയം. ആരാധനയിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, ആരാധനയെല്ലാം ഉണ്ട്. ആരാധന വിടുതലും ഉണ്ട്. അതും ചേർത്ത് പറയുന്നത്. എന്നാൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു സൗണ്ട് എഫക്റ്റോടുകൂടി സൃഷ്ടിക്കുന്ന ആത്മീയ അന്തരീക്ഷത്തോട് എനിക്ക് അന്നും ഇന്നും യോജിപ്പില്ല. ഓക്കെ, ഈ ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിലേക്ക് തന്നെ വന്നാൽ ഈ പ്രസംഗം ഉണ്ടാക്കുന്നത് എങ്ങനെ? ദിവസം ഒരു പ്രസംഗം ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. എൻ്റെ ഡേ ആരംഭിക്കുന്ന 5 മണിക്കാണ്. 12 മണി വരെയുള്ളൊരു ലൈഫാണ്. ചർച്ചിലെ കാര്യങ്ങൾ ചെയ്യണം. 7 ദിവസം മീറ്റിംഗ് ഉള്ള ചർച്ചയാണ്. 4 ദിവസമെങ്കിലും പ്രസംഗിക്കണം ഒരാഴ്ചയിൽ. ബൈബിൾ ക്ലാസ് ഉണ്ട്. എന്നും രാവിലെ ഒരു വേദഭാഗം, ഒരു അധ്യായം വായിക്കും. ആ അധ്യായത്തിൽ നിന്ന് ഒരു പ്രസംഗം, സംസാരിക്കുന്ന ഒരു വാക്യത്തിൽ നിന്ന് കുറിച്ച് വെക്കും പോയിന്റുകൾ. പിന്നീട് അത് പ്രസംഗമായിട്ട് രൂപാന്തരപ്പെടുത്തും. പിന്നെ ഞാൻ സീരിയസ് ആയിട്ടുള്ള മെസ്സേജുകളാണ് തുടർമാനമായി സഭയിൽ പ്രസംഗിക്കാറുണ്ട്. ഒരു പോർഷൻ എടുത്തിട്ട് അതിനെ സംബന്ധിച്ച് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയും പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഒരു 10 വർഷമായിട്ട് എന്നെ സഭയിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഒരു മെസ്സേജാണ് പ്രസംഗിക്കുന്നത്. ഈ കൺവെൻഷൻ പ്രസംഗങ്ങളെ സംബന്ധിച്ചോ അതും ഇതിൽ 3 ദിവസം 3 ദിവസവും ഒരേ മെസ്സേജാണ് പ്രസംഗിക്കുന്നത്. ഒരു സബ്ജക്റ്റ് മാറി പ്രസംഗിക്കാറില്ല. 3 ദിവസവും. പുതിയ നിയമത്തിൽ നിന്നാണ് കൂടുതലും പ്രസംഗിക്കാറുള്ളത്. കാരണം പുതിയ നിയമത്തിലാണ് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടും പഴയ നിയമത്തോട് വിരോധമൊന്നുമില്ല. പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. അതിലെ ആശയങ്ങളെ പുതിയ നിയമത്തോട് ചേർത്ത് കണക്ട് ചെയ്താണ് പ്രസംഗിക്കാറുള്ളത്. അപ്പം ഈ പ്രസംഗം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനകത്ത് എന്തൊക്കെ ടൂളുകളാണ് ഉപയോഗിക്കുന്നത്? പ്രാർത്ഥനയാണ് മെയിൻ. രാത്രിയിലൊക്കെ ധ്യാനിച്ച് നമ്മളൊരു വാക്യം കിട്ടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ആശയം കിട്ടുന്നത്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് പിന്നെ ചെറിയ പ്രായത്തിൽ ഒരു 15 വയസ്സിനുള്ളിൽ ധാരാളം വാക്യങ്ങൾ കാണാതെ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി മാതാപിതാക്കളിൽ നിന്ന്. ഏകദേശം 7000 തൊട്ട് 8000-ഓളം വാക്യങ്ങൾ എനിക്ക് അറിയാം ഏത് പുസ്തകത്തിൽ. ഇപ്പം അത്രയും കണക്ട് ചെയ്ത് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ വാക്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു വാക്യം പറയുമ്പോൾ അതിനോട് ചേർന്ന് ഇന്ന വാക്യം ഉണ്ടെന്നും പിന്നെ അതിൻ്റെ ആശയം മനസ്സിൽ കൂടെ രൂപപ്പെടുത്തിയാണ് ഇതിനെ എങ്ങനെ ആശയമായി യേശുവിൻ്റെ ചിന്തയുമായിട്ട് അങ്ങനൊരു പ്രസംഗ ശൈലിയാണ് ഞാൻ രൂപപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ യേശു എന്തായിരിക്കും ചിന്തിച്ചത്? 3.5 വർഷം കൊണ്ട് യേശു ഓരോന്ന് കണ്ടപ്പോൾ ചിന്തിച്ചത്. കാരണം യേശുവിൻ്റെ അടുക്ക വന്ന വ്യഭിചാരികളെയും ചുങ്കക്കാരെയും ഒക്കെ ആലിംഗനം ചെയ്യുകയും അതേ സമയത്ത് പരീശന്മാരെ കപടഭക്തിക്കാരെന്ന് വിളിക്കുമ്പോൾ യേശു ഉപയോഗിച്ചിരുന്ന മാർഗം എന്താണ്? അപ്പോൾ യേശു പിന്നെ അവരുടെ സ്ഥിതി അറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു മാർഗം യേശു അവലംബിച്ചു. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ സ്വാധീനിച്ച പ്രസംഗം. കാരണം യേശുവിൻ്റെ പ്രസംഗത്തിന് മനുഷ്യനെ സ്വാധീനിച്ച പ്രധാന 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെക്കുറിച്ച് പറഞ്ഞവൻ ശാസ്ത്രിമാരെ പോലല്ല അധികാരമുള്ളവനായിട്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ ആ പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു അധികാരമുണ്ടെന്നും അധികാരം വചനത്തിൻ്റെ അധികാരമാണെന്നും. 2, യേശുവിൻ്റെ പ്രസംഗം ലാവണ്യ വാക്കുകളായിരുന്നു. ജനത്തിൻ്റെ മുറിവുണക്കുന്ന വാക്കുകളായിരുന്നു. മുറിപ്പെടുത്തുന്നതല്ല, മുറിവുണക്കുന്നതാണ്. മുറിവുണ്ടാക്കുന്നതെന്ന് പറയുന്നത് വചനം കൊണ്ടുണ്ടാകുന്ന മുറിവുണ്ട്, അല്ലാതെ വ്യക്തിപരമായി ഉള്ള മുറിവുണ്ടാക്കരുത്. ലാവണ്യ വാക്കുകൾ. 3 നിത്യജീവൻ്റെ മൊഴികളാണ്. പ്രസംഗത്തിൽ അവരെ നിത്യജീവനിൽ കൊണ്ട് എത്തിക്കണം. ഈ 3 ടൂളുകളാണ് എല്ലാ പ്രസംഗത്തിലും ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വേദപുസ്തക കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചായിരിക്കും പ്രസംഗിച്ചിട്ടുള്ളത്? യേശുക്രിസ്തു ഒഴിച്ച് പൗലോസിനെ കുറിച്ചാണ്. പൗലോസ് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ഞാൻ പൊളൈൻ തിയോളജിയാണ് ചെയ്തിരിക്കുന്നത് ബൈബിൾ പഠനത്തിൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പൗലോസാണ്.
പൗലോസിൻ്റെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത്. എല്ലാ പ്രസംഗത്തിലും പൗലോസിൻ്റെ കയറി വരും. ഒരു 10 വാക്യങ്ങളെങ്കിലും പൗലോസിനെ കുറിച്ച് കയറി വരും. ഓക്കെ. ഈ പ്രസംഗവേദികളിൽ ലോകം മുഴുവനുള്ള പ്രസംഗവേദികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു കുറേ കാലങ്ങളായിട്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ, പിന്നെ ഗൾഫിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ എല്ലാം പ്രസംഗിക്കുന്നുണ്ട്. ഇതിലേറ്റവും റിസപ്റ്റീവായിട്ടുള്ള കേൾവിക്കാരെവിടെയാണ്? മിഡിൽ ഈസ്റ്റിലാണ്. ഭയങ്കര ആവേശം. അവർ നമ്മുടെ ആ പ്രസംഗം സ്വീകരിക്കുന്ന ഒരു പ്രത്യേക രീതി. അത് ചെറിയ മീറ്റിംഗ് ആണെങ്കിലും അവരുടെ വലിയ മീറ്റിങ്ങുകളാണെങ്കിലും പ്രസംഗം വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റാണ്. പിന്നെ 2 ഞാൻ കണ്ടതല്ല നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ അല്പം നമുക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഭാഷയുടെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഭാഷ ഇംഗ്ലീഷിൽ നിന്നോ മലയാളത്തിൽ നിന്നോ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്നാലും നവാപൂർ കൺവെൻഷനിലൊക്കെ ഉള്ള ആ റിസപ്ഷൻ വളരെ എന്നെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ പ്രസംഗം ഒരു സക്സസ് ആയില്ല, പരാജയപ്പെട്ടു പോയി എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ? ഒരിക്കലും ഇല്ല. കാരണം പ്രസംഗം നമ്മൾ പറയുന്ന നമുക്കും കൂടെ പ്രയോജനമുള്ളതാണ് ഈ പ്രസംഗം. അപ്പം അതുകൊണ്ട് ഒരിക്കലും പ്രസംഗം വിജയിച്ചില്ല എന്ന് തോന്നലില്ല. മറ്റുള്ളവർ കേൾക്കാൻ പോകാറുമില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ നമ്മൾ ആ പ്രസംഗത്തോടൊരു നീതി പുലർത്തുന്ന അല്ല, എന്നാലും നമ്മൾ പ്രസംഗിച്ചിട്ട് നമുക്കൊരു സംതൃപ്തി കൂടുതലും കുറവും ഒക്കെ തോന്നാറില്ലേ ചിലയിടത്ത്? അത് ചിലപ്പോഴൊക്കെ ഒരു മനസ്സിനൊരു ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകുന്നല്ല, അതൊരു സംതൃപ്തിക്കുറവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇല്ല. ഓക്കെ. ഈ പ്രസംഗവേദിയിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ കെ.സി. ജോൺ പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രസംഗവും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടോടെയാണ് പുള്ളി പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിൽ ആ സ്റ്റേജിലോട്ട് കയറാൻ തുടങ്ങുമ്പം, അല്ലെങ്കിൽ പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ വന്നിരുന്ന് കഴിഞ്ഞുമൊക്കെ ബാത്റൂമിൽ പോകണമെന്ന് തോന്നും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകും എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ പ്രസംഗക്കാർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ പാസ്റ്റർ ബാബുച്ചെറിയാനാണ് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന ദൈവദാസൻ പേര് പറഞ്ഞെന്ന് സംസാരിക്കുന്നെന്ന് പറയുന്ന അതിന് മുമ്പ് ഒരു വലിയൊരു ടെൻഷൻ നമുക്കുണ്ട്. ഒന്നുണ്ട്. 2, ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് നമ്മളതിൻ്റെ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരും മുഖവര പറയുന്നവരുണ്ട്. പക്ഷേ എപ്പോഴും അത് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രസംഗർക്കും അവസാന കാലഘട്ടം വരെ ഉണ്ടായിരിക്കും. എത്ര കാണാതെ പ്രസംഗം അറിയാമെങ്കിലും, എത്ര ആയിരം പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജ് ഫിയർ എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ഞാൻ പരിചയപ്പെട്ട പല പ്രാസംഗികരും എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അവർ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. വ്യക്തിപരമായിട്ട് അത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നത്? വ്യക്തിപരമായിട്ട് അത് ഒരു ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. ഓരോ പ്രസംഗം ഒരു ടെൻഷനാണ്. ഓക്കെ. ഇവിടുന്ന് യാത്രയൊക്കെ ചെയ്ത് മണിക്കൂറോളം പോകുമ്പോഴൊക്കെ അതൊരു വലിയ പ്രശ്നമല്ലേ? ദീർഘദൂരം യാത്ര ചെയ്ത് പോയി പ്രസംഗിക്കേണ്ടി വരുന്നു. സെയിം രാത്രി ഞാൻ പ്രസംഗിക്കും. ഇവിടെ ഇന്ത്യയിൽ പോയാൽ അന്ന് രാത്രി തന്നെ ജെറ്റ്ലാഗ് ഒക്കെ ആയിട്ട് വന്ന് കയറുക. 2016 പ്രധാനമായും 17 പണ്ട് തൊട്ടേ പ്രസംഗിക്കാൻ യാത്ര ചെയ്യാറുണ്ട്. അമേരിക്കയിൽ നിന്ന് കൂടുതലായിട്ടും യാത്രയ്ക്കായി പോയി തുടങ്ങിയത് 2016. ഞായറാഴ്ച സഭായം കഴിഞ്ഞ ഉടനെ രാത്രിയിലെ ഫ്ലൈറ്റിന് ഞാൻ ഇന്ത്യക്ക് പോകും. ബുധനാഴ്ച രാവിലെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യയിൽ ഇറങ്ങും. ബുധൻ, വ്യാഴം, വെള്ളി പ്രസംഗിച്ചിട്ട് അന്ന് രാത്രിയിൽ തിരിച്ചു വന്ന് സൺഡേ ആരാധനയ്ക്ക് കൂടും. അപ്പോൾ എൻ്റെ മൈൻഡ് ഞാൻ അതിന് സെറ്റ് ചെയ്തത് ഖത്തർ എയർവേസിനാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് അവിടെ വരെയൊക്കെ മാനേജ് ചെയ്തിട്ട് ഖത്തർ തൊട്ട് ബാംഗ്ലൂർ വരെ ഞാൻ ഉറങ്ങും. യാതൊരു ടെൻഷനും എടുക്കാതെ ആ സമയത്ത് ഫുഡും കഴിക്കാതെ ഉറങ്ങും. അപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ ടൈമോട്ട് അഡ്ജസ്റ്റ് ആയി തിരിച്ചിങ്ങോട്ട് ഡാളസിൽ ഇറങ്ങുന്നത് ഒരു 5 മണിക്കൂർ മുമ്പ് ഉറങ്ങും. അങ്ങനെ ഇവിടുത്തെ 2 ടൈമും അഡ്ജസ്റ്റ് ആയി. ചില 1-2 ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ എല്ലാ ദിവസവും ഇറങ്ങുന്നതിൻ്റെ അന്ന് രാത്രി പ്രസംഗിച്ചിട്ടാണ് തിരിച്ച് കയറുന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയാലും നേരെ സഭായത്തിനോട്ട്, ലോക്കലിലൊക്കെ പോകുമ്പോൾ സഭായത്തോട് നേരെ നടന്നു വന്ന് കയറുകയോ ചെയ്യുന്നത് ഞാൻ പ്രസംഗത്തിന്. ഈ പ്രസംഗകൻ എന്നുള്ള നിലയിൽ പ്രസംഗകൻ്റെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫിൻ്റെ ഒരു ഘടകം അതിനകത്ത് തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ പിന്തുണയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ നോക്കുവാനും, ജോലി പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് ജോലി രാജിവെച്ചിട്ടാണ് രേഷ്മ എന്നെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ തരുന്നത്. സഭയിലെ കാര്യങ്ങൾ നോക്കണം, ഇത്രയും ഫാമിലിയുള്ള വീട് ചർച്ചാണ്, അത് നോക്കണം, ചർച്ചിലെ മീറ്റിങ്ങൾ, അന്ന് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, അവരുടെ കാര്യം നോക്കണമായിരുന്നു. അങ്ങനെ ശുശ്രൂഷയ്ക്ക്
ഒരുമിച്ച് യാത്ര ചെയ്യാവുന്നിടത്തൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യും, അല്ലാത്തപ്പോഴും എല്ലാം അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒരുക്കി തരാറുണ്ട്. ഓക്കെ, നമ്മൾ കുടുംബത്തിലേക്ക് വന്നാൽ മാതാപിതാക്കൾ പാസ്റ്ററുടെ കുടുംബത്തിൽ ഒരു പാസ്റ്റർ മകനായിട്ടാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. ഈ മാതാപിതാക്കളുടെ ഒരു സ്വാധീനം ചെറുപ്പം മുതലേ അവരങ്ങനെ ശുശ്രൂഷ മക്കൾ ഞങ്ങളുടെ പാത പിന്തുടരണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം, പക്ഷെ അവരെല്ലാം അവരുടെ എല്ലാം മനസ്സിലെ പാസ്റ്റർ എന്നൊരു പദവിയാണ് ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം തന്നെ. അങ്ങനെയാണ് പറഞ്ഞു വന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇന്നേക്ക് ഇപ്പോൾ എനിക്ക് 56 വയസ്സായി. അതിനു മുമ്പുള്ള ആ ചരിത്രം വരുമ്പോൾ സാമ്പത്തികമായ പരാധീനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാസനേജിൻ്റെ അന്തരീക്ഷങ്ങളും മാറിയുള്ള പഠനങ്ങൾ, അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ കഴിയാത്ത കൊണ്ട് നമുക്ക് സ്വപ്നങ്ങൾ നെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിതാവിൻ്റെ ഒരു സ്വപ്നം ഒരു സാധാരണ അസംബ്ലീസുള്ള ഒരു സാധാരണ പാസ്റ്ററായിരുന്നു. അങ്ങനെ വലിയ നേതൃത്വ സ്ഥാനങ്ങളൊന്നും എത്തുകയൊന്നും അവസരങ്ങളൊന്നും 1-2 പ്രാവശ്യം വന്നെങ്കിലും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയൊരു ദേവദാസൻ എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം നിത്യത്തിൽ പ്രവേശിച്ചു. ഏകദേശം 62 വർഷത്തോളം ഫുൾ ടൈം മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അതെ, കേരളത്തിലും ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഒരു പാസ്റ്റർ ആകണം. അന്നത്തെ അവരുടെ ഒരു സ്വപ്നം ഒരു ലോക്കൽ സഭയിൽ ഒരു നല്ല പാസ്റ്റർ ആകണം. അതിനുവേണ്ടിയുള്ള ഒരു ഓറിയൻറ്റേഷൻ തന്നു. അതിനുവേണ്ടിയുള്ളൊരു അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പപ്പ അത്യാവശ്യം, അങ്ങനെ ഇന്നത്തെ പോലെ അവർക്ക് യാത്രയൊന്നും ഇല്ലല്ലോ, എന്നാലും എന്നെ ബോംബെയിലോ ഡൽഹിയിലൊക്കെ എന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പ്രീ ഡിഗ്രിക്കാരനായി എന്നെ കൊണ്ട് സഹായം നടത്തിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അഞ്ചലും ഒക്കെ സ്ഥലങ്ങളിൽ സഭയിലെ ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 17-ാമത്തെ വയസ്സിൽ ഞാൻ സഭ നടത്തിയിട്ടുണ്ട്. അപ്പം വേറെ ആരെയും ഏൽപ്പിക്കും, അന്ന് എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് കഴിയുന്നുണ്ട് വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ മോൻ നന്നായിട്ട് ചെയ്തല്ലോ എന്ന്. അങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ ഒരു ട്രെയിനിങ് അത് ഞാൻ പാസ്റ്റർ ആകണം എന്നുള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് പാസ്റ്റർ ആകുന്ന ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇല്ലാത്തതിൻ്റെ കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ, സാധ്യതകൾ. അപ്പോൾ തന്നെ എൻ്റെ സഹോദരി ദൈവവചന പഠനത്തിനായി സെവിസിൽ പോയി. ഒരു പാസ്റ്ററാണ് വിവാഹം കഴിച്ചത്. അവരും ബാംഗ്ലൂരിൽ കർത്താൻ്റെ വേലയിലാണ്. അപ്പം പാസ്റ്റർ ഏണസ് ജോർജ് ഗാർഡൻ സിറ്റി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററാണ്. അവരും എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചൊരു കാലഘട്ടമല്ലായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് പഠിച്ച് നല്ലൊരു ജോലി നേടണം, എന്നിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് കൈ തുറന്ന് സഹായിക്കണം എന്നുള്ള ഒരു വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് പഠിച്ചതൊക്കെ. നമ്മൾ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ചിന്തിച്ച് പറഞ്ഞാൽ നമ്മളൊന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിൽ വലിയ താല്പര്യമായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ ഫാദർ ഈ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം പാട്ട് പഠിപ്പിക്കുന്ന എല്ലാ ഭാഷയിലെ പാട്ടുകളെ പഠിപ്പിക്കുമായിരുന്നു. ഭാഷ അറിയാവുന്നതൊന്നുമല്ല, കാണാതെ പഠിച്ച് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ എനിക്കും ചെറുപ്പം തൊട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ കഥ പറയാൻ, ഇപ്പം സ്റ്റോറി ടെല്ലിങ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഗോസ്പൽ മാജിക് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ മാജിക്കൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഗുഡ് ന്യൂസ് ബാലലോകം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് സ്ഥാപിക്കപ്പെടുന്നത്. ഗുഡ് ന്യൂസ് ബാലലോകം സ്ഥാപിക്കപ്പെടുമ്പോൾ എനിക്ക് 18 വയസ്സായി. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ബാലലോകത്തിൽ സ്ഥാനം വഹിക്കണമെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വി.എം. മാത്യു സാർ എൻ്റെ ഈ ആവേശം കണ്ടിട്ടും എൻ്റെ ഇത് കണ്ടിട്ടും എന്നെ ആദ്യമേ എന്നെ കൊല്ലം ജില്ലയിൽ സഹകാരിയാക്കി മാറ്റി. ഒന്ന് പാസ്റ്റർ വർഗീസ് മത്തായിയാണ് സഹകാരി എന്നൊക്കെ. അങ്ങനെ അവരന്നൊക്കെ പിന്നാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടി ഒരു സഹകാരിയാക്കി മാറ്റി എൻ്റെ പേരിലൊരു ലെറ്റർ ഹെഡൊക്കെ അടിച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ പേരിൽ എന്നെ ഹോണററി ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് വി.എം. മാത്യു സാർ എനിക്ക് പോസ്റ്റിൽ അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ടാണ് മാവേലിക്കരയിലെ ഞാൻ കൊല്ലം ആലപ്പുഴ ജില്ലയിൽ M.K. ശാമുൽ സാറിൻ്റെ കൂടെ സഹകാരിയായി. പിന്നെയാണ് റെജി കെ തോമസ് മാറിയ ഒഴിവിൽ കുറച്ച് നാളായിട്ട് ബാലയത്തിൻ്റെ ഓർഗനൈസറായിട്ട് ഞാൻ വന്നു. അപ്പോൾ ഞാൻ പഠിച്ചങ്ങോട്ട് ഇറങ്ങിയ സമയമാണ്. ജോലിക്ക് തിരക്കുന്ന സമയത്താണ് കോട്ടയത്ത് വരുന്നതും കോട്ടയത്ത് ഗുഡ് ന്യൂസിൽ ജോയിൻ ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് ലില്ലി വൈറ്റിൽ 3 മാസം താമസിക്കുന്നതും. പിന്നെ അതൊക്കെ ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് വീക്കെൻഡുകളിൽ മരിപ്പച്ച ഓഫീസിൽ പോയി താമസിക്കുക, ഇങ്ങനെ. അപ്പം മാലിക്കരയിലാണ്. അവിടെ അങ്ങനെ ഗുഡ് ന്യൂസിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ദൈവം എന്നെ ജോലിക്ക് പോയി സമയത്ത് പേഴ്സണലി വിളിച്ച് കിഡ്സ് മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചിൽഡ്രൻ മിനിസ്ട്രി നമ്മൾ ആരംഭിക്കുന്നു.
അത് കുറച്ച് കാലം കൊണ്ടുപോയി. ഏകദേശം 2000 വരെ ഉണ്ടായിരുന്നു. കേരളത്തിലും ബാംഗ്ലൂരിലുമായിട്ട് 2000 വരെ ഓർഫനേജുകൾ, ചെറിയ സ്കൂളുകൾ ഒക്കെ പ്രവർത്തനങ്ങളായിട്ട് VBSകൾ നടത്താൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി. അതോടുകൂടിയാണ് പ്രെയർ ഗ്രൂപ്പുകളും പ്രസംഗങ്ങളുമായിട്ട് യാത്ര തുടങ്ങി. പിന്നെ പ്രസംഗത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു. ആ കാലഘട്ടത്തിലാണ് ഈ പ്രവചന ശുശ്രൂഷയും എനിക്ക് മാവേലിക്കരയിലൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മാവേലിക്കര ടൗണിൽ. ഇന്ന് കാണുന്ന ഇപ്പോൾ നമ്മൾ തന്നെ ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്നു, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. എല്ലാ തലമുറയിലും ഒരു റിവൈവൽ ഉണ്ടാകും. അന്ന് 400ഓളം പേര് വരുന്നൊരു പ്രെയർ ഗ്രൂപ്പ് എനിക്ക് മാവേലിക്കരയിലുണ്ടാകും. അന്ന് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് മൊത്തം പോട്ട മുരിങ്ങൂർ ധ്യാന കേന്ദ്രങ്ങളുമായിട്ടാണ്. എല്ലാ സമുദായക്കാരും കടന്നു വരുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയൊരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഗൾഫുകളിലെല്ലാം പ്രസംഗിക്കാൻ 24ാമത്തെ വയസ്സിൽ പോയത്. ഒരു പെന്തക്കോസ്തിലെ പാസ്റ്ററായിട്ടല്ല പോയത്. അങ്ങനെ പിന്നെ ഇപ്പോഴത്തെ അന്നുണ്ടായിരുന്ന മർത്തോമ സഭയിൽ അച്ഛനായിരുന്ന എബ്രാലിംഗൻ അച്ഛൻ ദുബായ് മർത്തോമ പള്ളിയിലെ അച്ഛനായിരിക്കുന്നു. തെങ്ങേലിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന സുവിശേഷകനായ ജോൺസൺ ജോർജ് അച്ഛൻ അന്ന് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചിലെ അച്ഛനായിരുന്നു. അവരുടെ എല്ലാം കൺവെൻഷൻ ചെയ്യാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ സ്വാധീനത്തിൽ. പള്ളികളിൽ അങ്ങനെയാണ് ഒരു സത്യത്തിലൊരു കൺവെൻഷൻ പ്രസംഗത്തിലേക്ക് വരുന്നത്. ഏകദേശം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പ്രസംഗത്തിനെക്കാട്ടി മുന്നേ എക്യുമെനിക്ക പ്രസ്ഥാനത്തിലാണ് ഞാൻ കൺവെൻഷനായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഗൾഫിലെ മിനിസ്ട്രി, ഈ സമുദായ കൂട്ടായ്മകളിലെ മിനിസ്ട്രി, അങ്ങനെ ഒരു പ്രസംഗൻ്റെ ഒരു നിലവാരത്തിലേക്ക് വന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. 1992 മുതൽ 97 വരെ മാവേലിക്കര ഓർഫനേജ് ഈ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മാവേലിക്കര ബിഷമർ കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ മീറ്റിങ്ങിന് വരുമായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ മാവേലിക്കര BHS ഹൈസ്കൂളിലെ ടീച്ചേഴ്സല്ല, അവരുടെ കണക്ഷനായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ ചെറിയ പ്രെയർ ഗ്രൂപ്പുകൾ നടത്തി. എൻ്റെ കൂടെ ഒരു 7-8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലുള്ള മിനിസ്ട്രിയോട് താല്പര്യപ്പെട്ട് ബാംഗ്ലൂരിൽ എൻ്റെ ബ്രദറിനോട് കൂടെ പാസ്റ്റർ ജോർജിൻ്റെ കൂടെ സഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെ പോയി അവിടുത്തെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ മാവേലിക്കരയിൽ 2-3 ആഴ്ച ഒരിക്കലേ വരത്തുള്ളായിരുന്നു. കേരളത്തോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു എനിക്ക് എങ്ങനെയോ മനസ്സിനകത്ത്. കാരണം പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അപജയത്തിൻ്റെ ചില കാരണങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ സെറ്റിലായി. മാസത്തിലൊരിക്കലൊക്കെ കേരളത്തിൽ വരാറുണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ മിനിസ്ട്രി അങ്ങ് കുറഞ്ഞു. ബാംഗ്ലൂരിൽ ചിൽഡ്രൻ മിനിസ്ട്രി തന്നെ കണ്ടിന്യൂ ചെയ്തു. VBSും മിനിസ്ട്രിയുമായിട്ട് യാത്ര ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളത് തോമസ് മാത്യു സാറിൻ്റെ മിനിസ്ട്രിയായിട്ട് അവരുടെ എല്ലാ സഭകളിലുമാണ് കൂടുതൽ ശുശ്രൂഷിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ പ്രസംഗവേദികളിലേക്ക് ചെറുതായിട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പം തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ മറ്റ് ഭാഷക്കാരുടെ നടുവിൽ പ്രസംഗിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പാസ്റ്റർ CO ജേക്കബിനെ പരിചയപ്പെടുന്നത്. ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പം CO ജേക്കബ് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചൊരു ദൈവദാസനാണ്. അപ്പോൾ തൻ്റെ എയർപോർട്ട് AG ചർച്ചിൽ എന്നെ അസിസ്റ്റൻറ്റ് പാസ്റ്ററാക്കി. അങ്ങനെ അപ്പോൾ തന്നെ എനിക്കൊരു കന്നഡ ചർച്ചും വേറെ 2-3 ചർച്ചുകളൊക്കെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നെങ്കിലും പാസ്റ്റർ CO ജേക്കബിൻ്റെ കൂടെ ചില വർഷങ്ങൾ ശുശ്രൂഷിക്കുകയും ആ സഭ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ 2 പേരും മാറി മാറി യാത്ര ചെയ്യുന്നതുകൊണ്ട് സഭകൾ നടത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് സഭാ ശുശ്രൂഷയിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് അല്ലേ? സഭ എന്നെ അവിടെ വെച്ചാണ് ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത്. ഇതിൻ്റെ മറ്റു കാര്യം പിതാവിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ സ്വയമായിട്ട് ചെയ്യത്തക്കവണ്ണം ഒരു പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചാണ്. ഒരു 26-27 വയസ്സ് മുതൽ അവിടെ വെച്ചാണ് പഠിച്ചു വന്നത്. ഈ ബാംഗ്ലൂരെ ആ കാലഘട്ടം ജീവിതത്തിൽ വലിയ വേദനകളിലൂടെ കടന്നുപോയൊരു കാലഘട്ടം കൂടിയാണ് അല്ലേ? ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അവിടെ നിന്നൊക്കെ വളരെ കടത്തിവിട്ട് ജീവിതയാത്രയെ മാനിച്ച് അതിനിടയ്ക്കൊരു കാലഘട്ടം പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള NK ജോർജ് അവരുടെ എബനേസർ കോളേജ് ഓഫ് നേഴ്സിങ്ങിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ അത് തുടങ്ങാൻ ജോർജാനും ഞാനും കൂടെ ചേർന്നാണ്, എൻ്റെ വൈഫ് രേഷ്മ, ഞങ്ങൾ 3 പേരോടെ ചേർന്നാണ്. അപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ജോർജാൻ തന്നെയാണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തത്. അതിൻ്റെ രജിസ്ട്രേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് രേഷ്മയായിരുന്നു ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബന്ധങ്ങൾ ഇന്നും പുലർത്തുന്നുണ്ട്. പക്ഷേ ഞാൻ സ്വയമേ അത് ഒഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയ്ക്ക് പോരുന്ന സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു ഞാനിത് തുടരുന്നില്ല, കാരണം എനിക്കൊരു ടൈഅപ്പും വേണ്ട,
എൻ്റെ ഇന്ത്യയിലുള്ള എല്ലാ സകല മിനിസ്ട്രിയും നിർത്തിയിട്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് വന്നത്. ഏത് വർഷം അമേരിക്കയിലേക്ക് പോകുന്നത്? 2004 2000 ഷിക്കാഗോയിലോട്ടാണ് വരുന്നത് അല്ലേ? ന്യൂയോർക്കിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഷിക്കാഗോയിലോട്ടാണ് ഞങ്ങൾ വന്നത്. ഷിക്കാഗോയിൽ വന്നു. അവിടെയും വളരെ വൈഷമ്യമേറിയൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് കാണുന്ന പോലെ തന്നെ അമേരിക്കയിലെ പാസ്റ്റർമാരുടെ മിനിസ്ട്രി നമുക്കറിയാവുന്നതുകൊണ്ട് ഇന്ന് എനിക്കറിയാം നന്നായിട്ട്. സഭകൾ അങ്ങോട്ട് എന്നെ അംഗീകരിക്കാൻ താല്പര്യം കാണിക്കാത്തതിൻ്റെ കാരണം അവരുടെ കുറ്റമല്ല. കാരണം ഒരു ശുശ്രൂഷയ്ക്ക് എപ്പോഴും ഒരു ശുശ്രൂഷകൻ ഭീഷണിയാണ്, ഇനി അല്പം കഴിവുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഭാര്യ നേഴ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് താല്പര്യമായിരുന്നു. അപ്പോഴാണ് പാസ്റ്റർ തോമസ് കോശി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും ഇവിടെ ഒരു സഭയിലെ പാസ്റ്ററാണ്, മാറിപ്പോകുന്ന പാസ്റ്ററാണ്, ദേവദാസിന് താല്പര്യമാണെങ്കിൽ എന്നോട് കൂടെ വന്ന് ആരാധിക്കുമെന്ന് പറഞ്ഞ് എന്നെ ആ ചർച്ചിൻ്റെ യൂത്ത് പാസ്റ്ററാക്കി. ഗിൽഗാൽ പെന്റിക്കോസ്റ്റൽ ചർച്ചിൻ്റെ യൂത്ത് പാസ്റ്ററാക്കി. ഒരു വർഷം ആ സഭയിലെ യൂത്ത് പാസ്റ്ററായിരുന്നു ഞാൻ. അന്ന് ഞാൻ എന്നെ അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനെന്നേ ഉള്ളൂ. ഇന്നത്തെ പോലെ മീഡിയകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആൾക്കാർ അറിയുന്നില്ല. എന്നാൽ തന്നെ അങ്ങനെ ആ സഭയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ദേവദാസിന് അവസരം തന്നത് തോമസ് കോശി. അമേരിക്കയിലെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചത് തോമസ് കോശിയിൽ നിന്നാണ്. ഒത്തിരി പേരോട് എനിക്ക് കടപ്പാടുകളുണ്ട് ശുശ്രൂഷയിലെ. പാസ്റ്റർ ഫിന്നി ജേക്ക് മാവലിക്കര, പാസ്റ്റർ കെ സി ജോൺ, പിന്നെ നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ, നിങ്ങളുടെ കൂടെ താമസിച്ചതും നിങ്ങളുടെ ജീവിതശൈലി അവരൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ്. വി എം മാത്യു സാറ് തുടങ്ങിയുള്ള ദേവദാസന്മാരുടെ എന്നെ അമേരിക്കയിലെ ശുശ്രൂഷയ്ക്ക് അടിത്തറ ഇട്ടത് പാസ്റ്റർ തോമസ് കോശിയോടെയാണ്. ഇപ്പോൾ അദ്ദേഹവും ഇവിടെ വളരെ ദീർഘനാളുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ദൈവദാസനല്ലേ? ദേവദാസന്മാരെ വളർത്തുവാനുള്ള വലിയൊരു മനസ്സുള്ള ഒരു ദൈവദാസനാണ്. ഞാൻ അങ്ങനെ അധികം പേരിൽ കാണാത്ത 1-2 പേരുണ്ട്, അത് ഞാൻ എടുത്ത് പറയാം. എന്നാൽ ദേവദാസന്മാരെ വളർത്താനുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു ദൈവദാസനാണ്. തനിക്ക് പ്രസംഗിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല, പക്ഷേ ശുശ്രൂഷ വളരെ പാടവത്തോടെ ചെയ്യും. വിവാഹം നടത്തുന്നു എല്ലാം ഭംഗിയായിട്ട്. ഞാനത് തോമസ് കോശിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളതിങ്ങനെ നോക്കിയിരുന്നു പോകും. പുള്ളി ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഏത് വിവാഹം നടത്താനും ശവസംസ്കാര ശുശ്രൂഷയ്ക്കും കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ ആണായിരുന്നു. ഇപ്പം പ്രായത്തിൻ്റെ ക്ഷീണമുള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ആ കൂടെ നിന്നുകൊണ്ട് ഞാൻ തന്നെ എൻ്റേതായ രീതിയിലൊരു ശുശ്രൂഷ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് അമേരിക്കയിലെ കാര്യങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ അതെൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ കൈത്താങ്ങലായിരുന്നു. അങ്ങനെ ഒരു വർഷം അവരുടെ കൂടെ യൂത്ത് പാസ്റ്ററായിരുന്നപ്പോൾ ചിക്കാഗോയിലെ മറ്റൊരു സഭ ഫിലദൽഫിയ പെന്തക്കോസ്തൽ ചർച്ചക്കോടാണ്. ഞാൻ അസമസിലൊരു പാസ്റ്ററായിരുന്നു. അമേരിക്ക വന്നിട്ട് ചർച്ചക്കോടിലോട്ടാണ് പിന്നെ പാസ്റ്ററായിട്ട് പോകുന്നത്. ആ ചർച്ച് ഏകദേശം തകർന്നൊരു സമയമായിരുന്നു. ആ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നതാണ് നമ്മുടെ പ്രസിദ്ധനായ പാസ്റ്റർ മത്തായി സാങ്കുട്ടി. എൻ്റെ യേശു എനിക്ക് നൽകുന്ന പാട്ട്. ആ പാസ്റ്ററും സഭയുള്ള വിശ്വാസികളും കൂടെ തിരക്കിയപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷും മലയാളം അറിയാവുന്ന ഒരു ചെറിയ പാസ്റ്റർ. ഈ തോമസ് കോശിയുടെ സഭ പിന്നെ IPC ആയിരുന്നു. IPC ആയിട്ട് അഫിലിയേഷൻ ആയിരുന്നു. അത്രയുള്ളായിരുന്നു. അപ്പോൾ ഞാനവിടെ യൂത്ത് പാസ്റ്ററായിട്ട് നിന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചർച്ചുകാർ വന്നിട്ട് അവർക്കൊരു പാസ്റ്ററെ വേണം. സഭ ഇങ്ങനെ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സാങ്കുട്ടി പാസ്റ്റർക്കും പ്രായമായി വരുന്നു. പുള്ളിക്ക് മാറിക്കൊടുക്കുകയാണ്. പുള്ളിയും സഭയിലെ സെക്രട്ടറി 2-3 പേരോടെ വന്ന് ചോദിച്ചിങ്ങനെ, ഞങ്ങൾക്ക് അധികം തരാൻ പൈസയൊന്നും കയ്യിലില്ല, അപ്പം നമ്മളൊരു സ്റ്റേജ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. അമേരിക്ക വന്നിട്ട് ഒരു സഭയുടെ പാസ്റ്ററും 1000 സഭയുടെ പേരുടെ പാസ്റ്ററും ഒരേ സ്റ്റാറ്റസാണ്. അപ്പോൾ ചെറുപ്പമാണ് ഞാൻ. എൻ്റെ 34ാമത്തെ വയസ്സിൽ അവർ വന്ന് എന്നെ വിളിക്കുന്നു. പിറ്റേ ആഴ്ച ഞാൻ ആ ചർച്ചിൽ ചെന്നു. പാസ്റ്ററിനെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ചു. ഞാൻ അവിടുത്തെ പാസ്റ്ററായി. ദൈവത്തിൻ്റെ കൃപയാൽ 5 വർഷം അവിടെ ശുശ്രൂഷിച്ച ആ സഭ വളർന്നു. പട്ടണത്തിൽ വളരെ മാന്യമായ നിലയിൽ ആ സഭ വളർന്നു. അപ്പോൾ ചിക്കായിൽ വീടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സെറ്റിലായി. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവിടെ സെറ്റിലായി. ഇനി എങ്ങും പോകുന്നില്ല. രേഷ്മ ജോലി ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടും കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ദിവസം ദൈവാത്മാ പറഞ്ഞു പട്ടണം മാറിപ്പോകാൻ സമയമായിരുന്നു. ജോലിയുടെ കാര്യമുണ്ട്, രേഷ്മയുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കൊച്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷേ ദൈവാത്മാ പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഡാളസിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അവരുടെ പാസ്റ്ററായിട്ട് വിളിക്കുന്നതും. അവിടെയും പോയി. അവിടെയും 6 വർഷം പാസ്റ്ററായിരുന്നു. 5 അവർ പിന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ചർച്ചിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടി 1 വർഷം കൂടി ഇരുന്നിട്ട് അവിടെ 6 വർഷം പാസ്റ്ററായിരുന്നു. അങ്ങ് പിന്നീടാണ് 2014 IPC എബ്രോൻ ഒക്കലഹോമയിൽ അങ്ങനെ മിക്കവാറും എല്ലാ സംഘടനകളിലും, അതായത് AG-യിൽ ആരംഭിച്ചു, പിന്നെ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, IPC, അത്രയും ട്രാക്ക് റെക്കോർഡുള്ള വേറൊരു പാസ്റ്റർ കാണത്തില്ലായിരിക്കും. ഒരു സഭയിൽ ഇത്രയും ദീർഘനാളുകൾ ഇരുന്ന പാസ്റ്റർമാർ കുറവാണ്. ഒരു വർഷത്തേക്ക് 6 മാസത്തേക്ക് അല്ല. ഒരിടത്ത് 5 വർഷം, വേറെടുത്ത് 6 വർഷം, ഇപ്പോൾ ഇവിടെ 12 വർഷം കഴിഞ്ഞു ഒക്കലോമ IPC എബ്രോൻ. അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. ഈ അമേരിക്കയെ മാത്രമേ നമുക്കിത് കാണാനോ? അമേരിക്കയിൽ എല്ലാ മിക്കവാറും അമേരിക്കയിലുള്ള എല്ലാ പാസ്റ്റേഴ്സും
4% സംഘടന നോക്കിയല്ല പാസ്സാവുന്നത്. ഇവിടെ പാസ്റ്റർമാരെ സഭകൾക്കും അതിനകത്തൊരു വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല, കാരണം സഭ തന്നെ പല സംഘടന ഉള്ള ആൾക്കാർ ചേർന്നുള്ളതാണ് മിക്ക എല്ലാ സഭകളും. ഏതെങ്കിലും ഒരു ബാനറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ തന്നെ ആ സഭയിൽ തന്നെ പല സഭകളിൽപ്പെട്ടവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ആ സംഘടനയോട് കൂറ് പുലർത്താറുണ്ട്. ഇവിടുത്തെ എല്ലാ സഭകളും അഫിലിയേറ്റഡ് ചർച്ച് എന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റീജിയനുകൾക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്കോ ജനറലിനോ അല്ലെങ്കിൽ കേരളത്തിലുള്ള അസംബ്ലീസ് കൊണ്ടോ ചർച്ച കൊണ്ടോ ഒന്നും ഇവിടെയുള്ള സഭകളിൽ സ്വാധീനമില്ല. ഇല്ല. ഇവിടുത്തെ ലോക്കൽ സഭയിലെ പാസ്റ്ററാണ് എല്ലാറ്റിലും മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സഭയിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് ഒരു പാസ്റ്റർക്ക് മാറുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല, സഭക്കാർക്കും ബുദ്ധിമുട്ടില്ല. പാസ്റ്ററെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഈ 2 തലമുറകളെയും കൂടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പാസ്റ്റർമാരെയാണ് സഭകൾ. എന്നാലും ഞാൻ ചോദിക്കുക, ഈ ഒക്ലഹോമ IPC ഹെബ്രോൺ എന്ന് പറയുന്നത് പാസ്റ്റർ ജോൺ വർഗീസ് ദീർഘവർഷങ്ങൾ 22 വർഷം അതാണ് രണ്ടാമത് തന്നെ ഈ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു ദൈവഭക്തനാണ് പാസ്റ്റർ ഡോക്ടർ ജോൺ വർഗീസ്. മൈനർ പ്രൊഫസിയിൽ അഗാധ ജ്ഞാനമുള്ള ദാസനാണ്. ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായി പഠിപ്പിക്കാനും എസ്കറ്റോളജി വിശേഷാൽ പഠിപ്പിക്കാനുള്ള അഗാധ അറിവുള്ള ഞാൻ കണ്ടതിലേക്ക് അപ്പോൾ തന്നെ ഏറ്റവും വിനയവും താഴ്മയുള്ള ദൈവദാസനാണ്. അപ്പോൾ 2014 താൻ തന്നെയാണ് തനിക്ക് 64 വയസ്സുള്ളപ്പം സ്റ്റെപ്പ് ഡൗൺ ചെയ്തത്. അന്ന് ഏകദേശം 170ഓളം 180ഓളം വിശ്വാസമുള്ള സഭയിലുണ്ട്. പാസ്റ്റർക്ക് എത്ര വർഷം വേണമെങ്കിലും അവിടെ ഇരിക്കാം. പക്ഷേ പാസ്റ്റർ തന്നെ തീരുമാനിച്ചു, എൻ്റെ ശുശ്രൂഷ ഇവിടെ ഈ ചർച്ചയിൽ അവസാനിക്കുകയാണ്, പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു, നിങ്ങളൊരു പാസ്റ്ററെ നോക്കണമെന്ന് പറയുന്നു. അങ്ങനെയാണ് അവർ എന്നെ വന്ന് വിളിക്കുന്നതും ഞാൻ ഈ സഭയിലെ പാസ്റ്ററാകുന്നതും. വന്നപ്പോൾ മുതൽ ഏകദേശം 17 പാസ്റ്റർമാർ എല്ലാ സമയത്തും എൻ്റെ കൂടെ അവിടെ ഉണ്ട്. അതിലൊരാളായിട്ടിരുന്നു കൊണ്ട് എനിക്കെല്ലാ പിന്താങ്ങലും തരുന്ന ഒരു ദൈവദാസനാണ്. അങ്ങനെ ജോൺ വർഗീസ് പാസ്റ്ററെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ജോൺ വർഗീസ് പാസ്റ്റർ അമേരിക്കയിൽ ഒരു മാതൃകാപരമായ നിലയിൽ ശുശ്രൂഷ നടത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആ സഭയെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഏൽപ്പിച്ചൊരു സഭയിൽ ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 12 വർഷമായി. 12 വർഷമായിട്ട് ആ സഭയിൽ തന്നെ ശുശ്രൂഷിക്കുക. സാധാരണ അമേരിക്കയിലെ സഭകളിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം അങ്ങനെയൊക്കെയാണ് കാലാവധി. ഞാൻ 2 പ്രാവശ്യം ഈ സഭയിൽ നിന്ന് മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചു. മറ്റ് സഭകൾ അമേരിക്ക തന്നെ വലിയ പല സഭകൾ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ ഈ സഭ ആവശ്യപ്പെട്ട് പാസ്റ്റർ അവിടുന്ന് മാറരുത്, അങ്ങനെ ഒരു ദീർഘകാലത്തേക്ക് സഭയിൽ നിന്ന് മാറരുത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അവരുടെ തീരുമാനം. ഞാനതിനെ എൻ്റെ മനസ്സുകൊണ്ട് ദൈവം എന്നെ അനുവദിക്കുന്നിടത്തോളം ഇരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റർ ഷിബു തോമസിനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ ഷിബു തോമസിൻ്റെ പ്രസംഗങ്ങളാണ് മലയാളി പെന്തക്കോസ്തുകാരെ ഏറ്റവും അധികം പാസ്റ്റർ ഷിബു തോമസിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഘടകം. നമ്മൾ നേരത്തെ അത് പറഞ്ഞത്. ഈ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ഒരു പ്രവാചക ശബ്ദം പോലെ ഒരു ശുദ്ധീകരണത്തിലേക്ക് മനുഷ്യനെ നയിക്കാനൊക്കെയുള്ള ആ നിലയിലുള്ള ഒരു പശ്ചാത്താപത്തിലേക്ക് നയിക്കാനൊക്കെയുള്ള ഒരു സന്ദേശങ്ങളാണ് സാധാരണ നൽകിയിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് കുമ്പനാട് കൺവെൻഷനിൽ ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നത് സഭയിൽ IPCയിൽ സ്വാഭാവികമായിട്ടുണ്ടായി വന്ന ഈ സമീപകാലത്തുണ്ടായി വരുന്ന പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം തിരുവത്താഴ ശുശ്രൂഷ നടത്തുവാനെന്ന് അത്രയ്ക്കും ബോൾഡായിട്ട് ആ വേദിയിൽ പറയാൻ എങ്ങനെ സാധിച്ചു? അത് കുമ്പനാട് കൺവെൻഷൻ എന്ന് മാത്രമല്ല, എൻ്റെ സഭയിൽ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. ഏത് സ്ഥലത്തും വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മുന്നിൽ ഇരിക്കുന്നവരും പുറകെ ഇരിക്കുന്നവരും ആരാണെന്ന് നമ്മൾ നോക്കാറില്ല. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയുന്നേ ഉള്ളൂ. ഐക്യതയില്ലാതെ പാട്ട് പാടരുതെന്നും ആത്മനിറവില്ലാതെ പ്രസംഗിക്കരുതെന്നും സഹോദരനെ സ്നേഹിക്കാത്ത രീതിയിലുള്ള ശുശ്രൂഷകൾ നമുക്ക് വിജയകരമല്ലെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പ്രസംഗത്തിൽ വന്നു പോകുന്നതായിരിക്കാം. അത് പ്രവചന ശബ്ദമായിട്ടോ മനസ്സിലൊരുക്കി പറയുന്നതല്ല. ഇത് പറയണമെന്നും പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച് പറഞ്ഞില്ല. നമുക്ക് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റോളം കുമ്പനാട് കൺവെൻഷനുകളിൽ മറ്റ് ജനറൽ കൺവെൻഷനിലൊക്കെ കിട്ടാറുണ്ട്, 40 മിനിറ്റ് വരെ. ആ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ അതിനെ പ്രത്യേകിച്ച് ഒരുക്കി മനഃപൂർവ്വമായി പറയുന്നതല്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, IPCയിലെ ഈ പറയുന്ന സഭയുടെ നേതൃത്വത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിലൊന്നും ഇടപെടാൻ പറ്റത്തില്ലായിരുന്നു? എല്ലാവരോടും അന്നും ഇന്നും ഇന്ത്യ പെന്തക്കോസ്ത് സഭയിലെ എല്ലാ ലീഡേഴ്സിനും എനിക്ക് പാസ്റ്റർ KC ജോണും പാസ്റ്റർ ജേക്കബ് ജോണ് പാസ്റ്റർ വാത്സൻ അബ്രഹാം തുടങ്ങി
ജനറലിലുണ്ടായിരുന്നവരും അപ്പോൾ തന്നെ സ്റ്റേറ്റ് കൗൺസിലുണ്ടായിരുന്ന എല്ലാ ദൈവദാസന്മാരോടും അവരുടെ എല്ലാം ഡിസ്ട്രിക്ട് കൺവെൻഷനും സ്റ്റേറ്റ് കൺവെൻഷനും ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുള്ളത് കൊണ്ട് അവരോടെല്ലാം വ്യക്തിപരമായ ബന്ധം അന്നും ഇന്നും പുലർത്താറുണ്ട്. പക്ഷേ അകലം വിട്ട് IPCയുടെയോ അല്ലെങ്കിൽ മറ്റു സഭകളുടെയോ രാഷ്ട്രീയത്തോടോ അകലം വിട്ട് എപ്പോഴും ഞാൻ നടക്കാറുണ്ട്. കാരണം അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ടായിരിക്കാം. പക്ഷേ എപ്പോഴും അകലം വിട്ടാണ്. ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ട്. എന്നെ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. മനസ്സ് തുറന്ന് ഇതുവരെ ആരും പ്രതികരിക്കാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എല്ലാവർക്കും താല്പര്യമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ. വിട്ടുവീഴ്ചയില്ലാത്തടത്ത് പ്രശ്നം പരിഹരിക്കത്തില്ല. നിയമങ്ങളും ന്യായങ്ങളും നിരത്തി വെച്ച ഒരു പ്രശ്നം ഇന്നുവരെയും പരിഹരിച്ചിട്ടില്ല. അത് നീതിന്യായ കോടതിയുടെ മുമ്പിലാണ്. ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ എപ്പോഴും വിട്ടുവീഴ്ച എന്നുള്ള ഒരു ഇതാണ് എല്ലാ കാര്യത്തിലും. അത് കുടുംബത്തിലാണേലും സഭയിലാണേലും ഞാനാണ് ചെറിയവൻ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുവീഴ്ചയല്ല. ശരിയായിരിക്കാം, എന്നാൽ പല ശരികളും പലർക്കും ആപേക്ഷികമാണ്. അപ്പോൾ ആ ഒരു റിലേറ്റീവായിട്ടുള്ള വിഷയത്തിൽ നമ്മളെപ്പോഴും വിട്ടുവീഴ്ച ചെയ്താൽ എവിടെയും പ്രതിസന്ധി തീരും. അല്ലാതെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗം ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. രണ്ടുപേര് ചേർന്ന് അംഗീകരിക്കുക എന്നതാണ്. അങ്ങോട്ട് പരസ്പരം അംഗീകരിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരും. ഈ പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്, അതായത് ഇപ്പം പിന്നെ നമ്മുടെ ഒരു 1ഉം 2ഉം തലമുറയൊക്കെ കഴിഞ്ഞുള്ള ഒരു തലമുറയുടെ പ്രതിനിധിയാണ് പാസ്റ്റർ ഷിബു തോമസ്. അതായത് നമ്മൾ പ്രസംഗങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ സഭാശുശ്രൂഷന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും ഈ പുതിയ തലമുറയിൽപ്പെട്ട പ്രസംഗകരിൽ ഒരാളാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പോയ കാലത്തിൻ്റെ ഒരു ആത്മീയത കണ്ടിട്ടുണ്ട്. നമ്മളൊരു പാസ്റ്റർ മകനൊക്കെ ആയിരുന്നതുകൊണ്ട് അതെല്ലാം കണ്ടിട്ടുണ്ട്. സെൻട്രൽ ട്രാവൻകൂറിൽ ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീടുണ്ടായിട്ടുള്ള ആത്മീയമായൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൻ്റെ മനോഭാവത്തിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ഉണ്ടായ മാറ്റത്തിനനുസരിച്ച് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. 1ാം തലമുറയുടെ കാഴ്ചപ്പാട് കർത്താവിൻ്റെ വരവും വിശദീകരണത്തെക്കുറിച്ചായിരുന്നു. അവിടെയും അതിന് മറുവശമുണ്ട്. ഒരു കർട്ടൻ്റെ അപ്പുറം ഉള്ളതുപോലെ തന്നെ ഭക്തന്മാരുടെ പെരുമയും ഉണ്ടായിരുന്ന പലരുടെയും ജീവിതത്തിലെ വീഴ്ചകളും പോരായ്മകളും വിശുദ്ധ തിരുവെഴുത്ത് പോലും പഠിപ്പിക്കുന്ന ഉണ്ട്. അവരെയൊന്നും നമ്മൾ വ്യക്തിപരമായി മാതൃകയാക്കാറില്ല. ദാവീദിനെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും ദാവീദ് നമ്മുടെ ഒരു മാതൃകാ പുരുഷനല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മാതൃകാ പുരുഷനായിട്ട് എടുക്കാൻ കഴിയുന്ന ആൾക്കാർ വേദപുസ്തകത്തിലും കുറവാണ്. ഈ ക്രിസ്തു തന്നെ മാതൃക. അതുപോലെ തന്നെ ഭക്തന്മാരുടെ കാലഘട്ടത്തിലും അവരുടെ ജീവിതത്തിൽ മറുവശങ്ങളും പോരായ്മകളും ന്യൂനതകളൊക്കെ ഉണ്ട്. എങ്കിലും അവരൊക്കെ ഊന്നൽ കൊടുത്തിരുന്നതൊക്കെ ദൈവസഭയുടെ ഐക്യതയ്ക്കും വിശുദ്ധീകരണത്തിനും കർത്താവിൻ്റെ വരവിനുമായിരുന്നു. കാലത്തിൻ്റെ പഴക്കത്തിൽ അതിനൊക്കെ ഒരു അല്പം മങ്ങലുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക അതിപ്രസരം അതിനൊരു വലിയ ഘടകമാണ്. പിന്നെ ആൾസമ്മതി, ജനസമൂഹം, കൂട്ടം, ഇങ്ങനെയുള്ള ഈ മണ്ണിനോട് അല്പം കൂടെ ഒരു ആർത്തി ജനത്തിന് കൂടി എന്നൊരു സംശയം. ഇന്ന് ബുദ്ധിമുട്ടുകളുള്ളവർ ധാരാളം പേരുണ്ടെങ്കിലും ഈ മുന്നിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ കുറവാണ്. ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് സാമ്പത്തികം മുന്നിൽ നിൽക്കുന്നത്. പണ്ട് മുന്നിൽ നിൽക്കുന്നവരും കൂടെ ഉള്ളവരും ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ആ അന്തരം മാറി. ഇപ്പം പുൽപ്പിറ്റിൻ്റെ പുറകെ നിൽക്കും, ഞാൻ ഉൾപ്പെടെ ഒരു സമൂഹത്തോടെ പുൽപ്പിറ്റിൻ്റെ പുറകെ നിൽക്കുന്നവരും മുന്നിൽ നിൽക്കുന്നവരും അമേരിക്കൻ സംസ്കാരത്തിലല്ല, ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ വേറെ രാജ്യത്തെ അന്തരം ഒത്തിരി ഉണ്ട്. അപ്പോൾ അന്തരം ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ആത്മീയതയ്ക്ക് ഉള്ള മാനദണ്ഡം താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്തു. ഓക്കെ, ആ നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എന്തുവാ, പ്രതീക്ഷ എന്തുവാ? എപ്പോഴും ഒരു വിശുദ്ധ തിരുവഴുത്തിലൊരു പദമാണ് ശേഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 25 വർഷം മുമ്പ് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, 10 വർഷം കഴിഞ്ഞാൽ അമേരിക്കൻ മലയാളി സഭകളുടെ ഭാവി എന്താകും? പിന്നെയും 10 വർഷം കഴിയുമ്പോൾ ഒന്നും നടന്നില്ല. പിന്നെയും ചോദിച്ചു. ഇവിടുത്തെ PCNAC പോലുള്ള മഹാസമ്മേളനങ്ങളിലൊക്കെ ഉയർത്തുന്നൊരു വെല്ലുവിളിയായിരുന്നു, 10 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തലമുറ എവിടെ പോകും? ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും അതിനെക്കാട്ട് ശക്തമായി നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവസഭയ്ക്ക് എപ്പോഴും ഒരു ഭാവിയുണ്ട്. അത് ഒരു 10 പേര് എപ്പോഴും വചനത്തിന് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ആ ഒരു 10 പേര് എപ്പോഴും ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് ഒരു അധപ്പതനം സഭയ്ക്കുണ്ടാകത്തില്ല. സംഘടനകൾക്ക് മൂല്യചോഷണം ഉണ്ടായേക്കാം, വിഘടനം ഉണ്ടായേക്കാം. പക്ഷേ ദൈവസഭ എന്ന മുഴുവൻ കോൺസെപ്റ്റിലൊരു തകർച്ച ഉണ്ടാകാൻ
ഒരു സാധ്യതയില്ല, കാരണം അത് വചനത്തിൽ നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, ഈ പ്രസംഗം എന്നുള്ളത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വെച്ചാൽ സഭയിലാണെങ്കിൽ സഭാ ശുശ്രൂഷ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ കൺവെൻഷൻ പ്രസംഗം എഴുത്തിലേക്കൊന്നും വരാൻ ഒരു കാലഘട്ടത്തിൽ എഴുതുമായിരുന്നു, ഇപ്പം എഴുത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം അധികം വല്ലപ്പോഴും എന്തെങ്കിലും ആശംസയോ അഭിനന്ദനങ്ങളോ മുഖവരയോ ആമുഖം അവതാരിക ഒതുക്കി നിർത്തിയേക്ക എഴുത്ത്. പിന്നെ ഇപ്പം പി സി നാഗിൻ്റെ സ്മരണയ്ക്കകത്ത് ഈ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തു. അതായത് സമീപകാലത്തെ ഏറ്റവും പ്രസിദ്ധമായ എഴുത്ത്. ഓക്കെ ഓക്കെ. ഈ ആധുനികമായ സംവിധാനങ്ങളൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ചാറ്റ് GPT ഒക്കെ ഒരു കാലഘട്ടമാണ്. ഈ പ്രസംഗം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ആളുകൾക്ക് ഈ കണ്ടെത്താൻ, ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങനെയാണ്. അപ്പം ഈ ഒരു പ്രസംഗം എന്നുള്ള നിലയിൽ ഒരു മാർക്കറ്റ് നഷ്ടപ്പെടുമെന്നൊരു ചിന്തയുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴും കൈകൊണ്ടാണ് പ്രസംഗം എഴുതുന്നത്. ഞാൻ നോട്ട് ബുക്ക്, വലിയ നോട്ട് ബുക്ക്, ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുന്നത് നോട്ട് ബുക്കിൽ കൈകൊണ്ട് എഴുതിയാണ് പ്രസംഗിക്കുന്നത്. ഇംഗ്ലീഷ് മെസ്സേജ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ടാബുകൾ ഉപയോഗിക്കുന്നത്. കാരണം മലയാളം മുഴുവൻ കൈകൊണ്ടാണ് ഇപ്പോഴും എഴുതുന്നത്. കാരണം ഒന്ന്, അതിൻ്റെ സമയം, അമേരിക്കയിലുള്ള പ്രസംഗങ്ങൾക്ക് വളരെ സമയം കുറവാണ്. ഇപ്പോൾ 20 മിനിറ്റത്തെ ഒരു പ്രസംഗം നമ്മൾ എഴുതി പല പ്രാവശ്യം എഴുതിയിട്ട് അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആധുനിക മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സാധ്യതകളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഇപ്പോഴും. ഇനിയും പുറത്തിറങ്ങാനുള്ള പ്രസംഗങ്ങൾ നൂറുകണക്കിന് മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഫുൾ പ്രസംഗം എഴുതി ഉണ്ടാക്കുക, ഫുൾ 1 മണിക്കൂറാണ് എഴുതി ഉണ്ടാക്കുക. പ്രസംഗം പറയുന്ന പോലെ തന്നെ എഴുതുക ചെയ്യുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല പറയുന്നത്, മനസ്സിലായി, എന്നാലും അത് എഴുതി ഉണ്ടാക്കും. അങ്ങനെ പിന്നെ വീട്ടിലെ ബുക്കുകൾ അങ്ങനെ തന്നെ അടിക്കടിക്കുണ്ട്, എല്ലാ ആഴ്ചയും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. അപ്പോൾ ഇത് പിന്നെ ഈ പ്രസംഗങ്ങൾ നോട്ട് വെച്ചാണോ പ്രസംഗിക്കുന്നത്, അതോ അത് എഴുതി വെച്ച്? അല്ല, ആ നോട്ട് നോക്കിയാണോ പ്രസംഗം? അതുപോലെ തന്നെ മുന്നിൽ കൊണ്ടുവച്ചാണ്. കൺവെൻഷൻ പ്രസംഗിക്കാറില്ല, ഇല്ല, സഭകളിൽ മാത്രം. കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല. ഇല്ല. ഓക്കെ, കുടുംബത്തെക്കുറിച്ചുകൂടെ പറഞ്ഞേ. രേഷ്മ ഒരു 6-നാണ്. ഒരു പ്രസംഗം കൂടെ. മലയാളം ഒരു അറിയാത്തൊരു പിന്നെ ജീവിത സാഹചര്യത്തിലാണ്. കർണാടകയിലാണ് ജനിച്ചു വളർന്നത്. ഗ്രാൻഡ് പേരൻസിൻ്റെ കാലത്ത് അസംബ്ലി സഭയുടെ ഒരു വിശ്വാസിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രേഷ്മ അന്നേരം കോളേജുകളിൽ പഠിപ്പിക്കുകയാണ്, നേഴ്സിംഗ് കോളേജുകളിൽ ലെക്ചറായിരുന്നു. അമേരിക്ക വന്ന് ഇവിടെ 10 വർഷത്തോളം 12 വർഷം ഇവിടെ ജോലി ചെയ്തു. പിന്നെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ദൈവം വിളിച്ച് ജോലി രാജിവെച്ചിട്ട് ജോലി ചെയ്യുന്നില്ല. പല കോൺഫറൻസുകളുടെ നേതൃത്വത്തിലൊക്കെ വരികയും ഇപ്പോൾ മലയാളത്തിൽ നന്നായിട്ട് പ്രസംഗിക്കുകയും, വായിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ, പ്രസംഗിക്കും ചെയ്യാറുണ്ട്. ഓക്കെ. മക്കൾ 3 മക്കളാണ്. മൂത്ത മകൻ ജോഷുവ, അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ വർഷം. അവർ കുടുംബമായി ഇവിടെ ഒക്കലോമയിൽ തന്നെ ഉണ്ട്. സഭയുടെ കാര്യങ്ങൾക്കെല്ലാം മുന്നിലുണ്ട്, ജോലിയോടുകൂടെ ചേർന്ന്. രണ്ടാമത്തെ മോനെ ചർച്ചിൻ്റെ യൂത്ത് ഡയറക്ടറാണ്, അവൻ്റെ യൂത്ത് മിനിസ്റ്ററും കൂടാണ്. അവനും ഈ ഇവിടുത്തെ ഒക്കലോമ സിറ്റി ജോലി ചെയ്യുന്ന എഞ്ചിനീയറാണ്. ഓക്കെ. ചെറിയ മോൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടുത്തെ ആർമി നാഷണൽ ഗാർഡിൽ ജോയിൻ ചെയ്തിരിക്കുന്നു, 12th കഴിഞ്ഞിട്ട്. അങ്ങനെ അവർ 3 പേരും സഭയുടെ കാര്യങ്ങൾക്കൊക്കെ മ്യൂസിക് ടാലൻ്റ് ഉള്ളവരായതുകൊണ്ട് സഹായിക്കുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ ഷിബു തോമസിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഒക്കലഹോമയിലുള്ള IPC ഹെബ്രോൺ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം IPC മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റ് കൂടെയാണ് അദ്ദേഹം. അനുഗ്രഹീതനായ പ്രസംഗകൻ, സഭാ ശുശ്രൂഷകൻ എന്നീ നിലകളിലെല്ലാം ശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.